ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണേലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ബിസിനസ് ആവശ്യത്തിനായിട്ട് ചെയ്യുന്നത് കൊണ്ടും കുറച്ച് നാൾ ലാസ്റ്റ് അത് കുറച്ച് ഷെൽഫ് ലൈഫ് വേണ്ടത് കൊണ്ടും നല്ലെണ്ണയിലാണ് ഞാനത് തയ്യാറാക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ഇട്ട് വാട്ടിയെടുക്കണം. നമ്മൾ തീ ഒരിക്കലും ഇഞ്ചിക്കറിക്ക് വേണ്ടി ഇഞ്ചി വറക്കുമ്പോൾ ഒരിക്കലും തീ ഹൈ ഫ്ലെയിമിലിടല്ല, മീഡിയം ഫ്ലെയിമിലും വേണ്ട, കൂടുതലും ലോ ഫ്ലെയിമിലിട്ട് തന്നെ വാട്ടിയെടുക്കണം. അതായത് നമ്മൾ ചമ്മന്തിപ്പൊടിയും തീയൽപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തീ ഒരിക്കലും കൂട്ടിയിട്ട് ചെയ്യത്തില്ല. അത് ആദ്യം ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ലോ ഫ്ലെയിമിലിട്ടല്ലേ അത് വാട്ടിയെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇഞ്ചിക്കറിക്കും ഇഞ്ചി വാട്ടിയെടുക്കേണ്ടത്. ഫ്ലെയിം കൂടിപ്പോയാൽ ഇഞ്ചിക്കറിക്ക് ഒന്നിലത് കരിഞ്ഞു പോകും, അല്ലെങ്കിൽ അതിനകത്ത് തീ കയറും. ഇത് രണ്ടായാലും ഇഞ്ചിക്കറി ശരിയാവില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റും കിട്ടത്തില്ല. ഇത് ഉണ്ടാക്കണേ നല്ല ക്ഷമ വേണ്ടതാണ്. അത്ര സമയമില്ലാത്ത ആൾക്കാർ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ട് മെനക്കെടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ടൈം വെറുതെ വേസ്റ്റ് ആയിപ്പോവും. ഇപ്പോൾ ഇഞ്ചി വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം അത്രയും ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതിങ്ങനെ വാട്ടിയെടുത്തത്. സമയം കുറച്ചായി ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ലോ ഫ്ലെയിമിലിട്ട് വാട്ടിയാണ് ഒരു ക്രിസ്പി ആയി തുടങ്ങുന്ന ഒരു സമയമാണിത്. നന്നായിട്ടത് മൂത്ത് വരണം. ഇഞ്ചി നന്നായിട്ട് മൂത്ത് വരണം, എങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. കുറച്ച് മെനക്കേടുള്ള പണിയാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. ഇഞ്ചി ഒരു 1/4 ഭാഗത്തോളം മൂത്ത് കഴിയുമ്പം, 1/4 ഭാഗത്തിൽ കൂടുതൽ മൂത്ത് കഴിയുമ്പം നമ്മൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉലുവാപ്പൊടി ഉപയോഗിക്കാറില്ല. കടയിൽ നിന്ന് വാങ്ങുന്ന ഉലുവാപ്പൊടി ഇട്ട് ഞാനിത് ചെയ്യാറില്ല. കാരണം അതിന് ആ ഉലുവയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. എനിക്ക് ഇത് വറുത്ത് ഇടുന്നത് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഇഞ്ചി വറക്കുന്ന സമയത്ത്, ഇഞ്ചി വറുത്ത് തീരാറാകുന്ന ആ സമയത്താണ് ഞാൻ ഉലുവായും കൂടി ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിലിട്ടങ്ങ് വറക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് മിക്സിക്കകത്ത് പൊടിക്കാനുള്ളതാണ് ഇഞ്ചി. അപ്പോൾ അതും ഉലുവായും കൂടെ അങ്ങ് പൊടിഞ്ഞോടും. ഇതിപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് പൊടിച്ചെടുത്ത് തീരെ ഫൈൻ പേസ്റ്റായിട്ടൊന്നും പൊടിച്ചെടുക്കില്ല. ചെറുതായിട്ടൊരു തരി കിട്ടുന്ന, ഇഞ്ചിയുടെ ഒരു തരി കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിത് പൊടിച്ചെടുക്കാനായിട്ട്. അതേ പാത്രത്തിൽ തന്നെയാണ് ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്. ഇവിടെ ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ പിഴിപുളി ഞാൻ എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ മുന്നേ ചൂടുവെള്ളം ഒഴിച്ച് ഞെക്കി പിഴിഞ്ഞ് അവിടെ വെച്ചിരുന്നതാണ്. ഇപ്പം ഞാനത് ഊറ്റിയെടുത്തതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഉപ്പ് കൂടി പോകുമെന്ന് ചിന്തിക്കേണ്ട, ഇത് കൃത്യം പരുവമായിരിക്കും. 1 ടേബിൾ സ്പൂൺ ഉപ്പ്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയല്ല, മീഡിയത്തിന് മാത്രം എരിവുള്ളതാണ്. 1 ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്ര ഇട്ടാൽ മതി. ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ ബ്രാൻഡിലുള്ള ഫസ്റ്റ് മെയ്ഡ് ബ്രാൻഡിലുള്ള മുളക് പൊടിയാണ്. ഞങ്ങളുടെ തന്നെ പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ തരാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇന്ത്യയിൽ എല്ലായിടത്തേക്കും നമുക്ക് ഡെലിവറി ഉള്ളതാണ്. DTDC വഴിയോ അതല്ലെങ്കിൽ പോസ്റ്റൽ വഴിയോ ഡെലിവറി ചെയ്യുന്നതാണ്. ഇപ്പോൾ പുളിവെള്ളം തിളച്ച് വരുന്നുണ്ട്. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം.
പുളിവെള്ളം തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ശർക്കര ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിനകത്ത് ശർക്കര ഒരുപാട് മധുരം ഞാൻ എടുത്തിട്ടില്ല, ഒരുപാട് ശർക്കരയില്ല, കുറച്ച് ശർക്കര പിന്നെ ഉരുക്കി അവിടെ വെച്ചിരുന്ന അരിച്ചെടുത്ത് വെച്ചിരുന്നതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഞാൻ ഇത് ചേർക്കാറുള്ളൂ, കാരണം എല്ലാവർക്കും ഇഞ്ചിപ്പുളിക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഓരോ നാട്ടിലും ഓരോ ടേസ്റ്റ് അല്ലേ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ട, ഒരുപാട് ഇഞ്ചിക്കറിക്ക് മധുരം വേണ്ട, ചെറിയൊരു മധുരം മതി. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പൊടിച്ചെടുത്ത ഇഞ്ചിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനിയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതങ്ങ് തിളപ്പിക്കണം, കുറുകി വരണം. അതാണ്, ഒരുപാട് കുറുകാൻ നിൽക്കല്ലേ. ഒരുപാട് അങ്ങ് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പ് ഈ ചൂട് മാറി തണുത്ത് വരുമ്പോൾ വീണ്ടും കുറുകിപ്പോവും. അപ്പോൾ പിന്നെ കട്ടിയായിട്ടിരിക്കും. ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ അങ്ങ് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഈ ടൈമിൽ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്തു. അത് അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചിടാം. കടുക് പൊട്ടിക്കാനും ഞാൻ എടുത്തിരിക്കുന്നത് നല്ലെണ്ണ തന്നെയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കഴിയുമ്പോൾ പച്ചമുളകാണ്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 4-5 എണ്ണം ഉണ്ട്. ഈ പച്ചമുളക് ഒന്ന് വഴന്ന് വരണം. പച്ചമുളക് അതേപോലെ കിടക്കല്, പച്ചമുളകും കൂടി ഒന്ന് വഴന്ന് വരണം. പച്ചമുളക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, ഇത് ഇതിന് മാത്രം ഇതിനകത്ത് സ്പൂണിട്ട് കുത്താനുള്ളതെന്ന്. ഇത്രയും നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പച്ചമുളക് ഇട്ടത് വഴന്ന് വരണ്ടായോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അതങ്ങ് മൊത്തത്തിൽ അങ്ങ് ഷൂട്ടാക്കിയേ ഉള്ളൂ. ഇതിനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറിയായി, ഓണത്തിനുള്ള ഇഞ്ചിക്കറിയായി. ഇനി നമ്മൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരുപാട് കായ ഇടേണ്ട കാര്യമില്ല കേട്ടോ, കാരണം കുറച്ചധികം കായ ഇട്ട് കഴിഞ്ഞാൽ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് പോലെ ആയിപ്പോവും. അതുപോലെ കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാം. മിക്സിങ് അത്യാവശ്യമാണ്, നന്നായിട്ട് മിക്സ് ചെയ്യണം, അതെല്ലാ ഭാഗത്തും പിടിക്കണം. ഇത്രയേ ഉള്ളൂ. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന എൻ്റെ ഇഞ്ചിക്കറി.